Hello everyone, welcome back to 3ds Max 2022 Beginners Tutorial by Emetron Academy. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എഡിറ്റബിൾ പോളിനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഡിറ്റബിൾ പോളി എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ സബ് ടൂൾസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി. ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് സ്പ്ലൈൻ മോഡലിംഗ് പഠിക്കാം. എന്താണ് സ്പ്ലൈൻ, പിന്നെ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മോഡൽ ചെയ്യാൻ പറ്റും നമ്മൾ നോക്കാം. സോ നമ്മൾ സ്പ്ലൈൻ മോഡലിങ്ങിന് ഷേപ്സ് നമുക്ക് സ്പ്ലൈൻ ബേസിക്കലി ലൈൻസ് ആണ്. നമ്മൾ ലൈൻസ് വെച്ചിട്ടാണ് മോഡൽ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഷേപ്സ് വെച്ചിട്ടാണ് മോഡൽ ചെയ്തത്. അതായത് ഒരു എൻക്ലോസ്ഡ് കറക്റ്റ് ഷേപ്പ്, റെക്ടാങ്കിൾ ആയിക്കോട്ടെ സിലിണ്ടർ ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ എക്സാക്ട് ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ മോഡൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് അതല്ലാണ്ട് ലൈൻസ് വെച്ചിട്ട് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അത് ഇതിന്റെ ഓപ്ഷൻസ് കിടക്കുന്നത് 3ds Max നമുക്ക് ഈ ബോക്സ്, സ്ഫിയർ, സിലിണ്ടർ പോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ക്രിയേറ്റ് കമാൻഡ് പാനലിൽ ക്രിയേറ്റ് ഓപ്ഷനിൽ ആദ്യം കിടക്കുന്നത് നമുക്ക് ജോമെട്രി ആണ്. അടുത്ത ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഷേപ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ സ്പ്ലൈൻസ് എന്ന് പറഞ്ഞത് കാണിക്കാം. ഇത് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ ഈ ഷേപ്സ്, ചില ഷേപ്സ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു. ഞാനിപ്പോൾ ലൈൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ ചെയ്യും, വേറെ കാര്യമായിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതിന്റെ മോഡിഫിക്കേഷൻ ടാബിൽ പോയിട്ട് ടാബിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ കാണാം. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് എനേബിളിംഗ് റെൻഡർ, എനേബിളിംഗ് വ്യൂ പോർട്ട് അടിച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ പോളിഗൺ മോഡലിംഗ് പോലെ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഷേപ്പ് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇനിയിപ്പോ ഈ ജനറേറ്റ് മാപ്പിംഗ് കോർഡിനേറ്റ്സ് ഓൺ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓൺ ആക്കി വെക്കുക. ഫസ്റ്റ് നിങ്ങൾ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്താൽ, ഒരു സ്പ്ലൈൻ വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ല എന്ത് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജനറേറ്റ് മാപ്പിംഗ് കോർഡിനേറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ ഓൺ ആക്കി ഇടും. അത് നമ്മൾ അൺറാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഈ സാധനം അൺറാപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ മാനുവലി കുത്തിയിരുന്ന് മൊത്തം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. സോ ഇത് ഓൺ ചെയ്യാം. നമ്മൾ എനേബിളിംഗ് റെൻഡർ ആൻഡ് വ്യൂ പോർട്ട്. ബേസിക്കലി ഇപ്പൊ കാണുന്നത് നമുക്ക് ചുമ്മാ ഒരു ലൈൻ മാത്രമേ കാണുന്നുള്ളൂ, ഇതിൽ ഒന്നുമില്ല. അതായത് ഇതൊരു സ്പേസിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ തരിക, അതായത് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാനിപ്പോ റെൻഡർ എടുക്കാൻ നോക്കിയാൽ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും, ഈ ലൈൻ പോലും കാണത്തില്ല. അപ്പോൾ ഞാനപ്പോൾ എനേബിളിംഗ് വ്യൂ പോർട്ട് കൊടുത്താൽ നമുക്ക് വ്യൂ പോർട്ടിൽ ആ ലൈൻ എന്താണ് ശരിയെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്ത് ഷേപ്പിലാണ് കിടക്കുന്നത്, എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എനേബിളിംഗ് റെൻഡർ ഓൺ ആക്കിയില്ലെങ്കിൽ നമ്മളിവിടെ എത്ര ഷേപ്പ് ക്രിയേറ്റ് ചെയ്താലും നമുക്ക് റെൻഡറിൽ അത് കാണത്തില്ല, ആ ഷേപ്പ് വിസിബിൾ ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും ഓൺ ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് റെൻഡറിന്റെ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ റേഡിയൽ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്. ബേസിക്കലി റേഡിയൽ പറഞ്ഞാൽ സർക്കിൾ ഇതിലോട്ട് മാറ്റാം, ഇല്ലെങ്കിൽ റെക്ടാങ്കിൾ ആക്കി നമുക്ക് ക്യൂബിന്റെ ഇതിലോട്ട് മാറ്റാം. അപ്പൊ റേഡിയൽ ആക്കിയാൽ നമുക്ക് ഇതിന്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ എത്ര സെഗ്മെന്റ്സ് വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇതുപോലെ. അതല്ലാണ്ട് നമുക്ക് ഇതിന്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ ആംഗിൾ മാറത്തില്ല, കാരണം നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ, ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ, ഒരു സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോ മൾട്ടിപ്പിൾ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മാനുവലി വെർട്ടിസസ് സെലക്ട് ചെയ്ത്. സോ ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് വെക്കുക. പ്രീസെറ്റ് ആയിട്ട് 12 ആണ് കിട്ടുന്നത് നമുക്ക്. ഇത് മാക്സിമം നിങ്ങൾ എപ്പോഴും ഈവൻ നമ്പറിൽ വെക്കാൻ നോക്കുക. എന്തായാലും നമുക്കൊരു സ്മൂത്ത് സർഫേസ് ആയിട്ട് അത് മാറും. ഒരു സ്മൂത്ത് കർവ് സർഫേസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഒരു സൈഡ് എവിടെയെങ്കിലും അതിന്റെ ഒരു ഷേപ്പ് മാറിപ്പോകും. അതുകൊണ്ട് പിന്നെ വരുന്നത്, അതുപോലെ നമുക്ക് റെക്ടാങ്കിൾ ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്കത് അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, ആംഗിൾ, ആസ്പെക്ട് റേഷ്യോ അതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അടുത്തത് ഓട്ടോ സ്മൂത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് നമ്മൾ മറ്റേ പോളിഗൺ മോഡലിംഗ് ബേസിക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്മൂത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം. അതിന്റെ സെയിം ഫീച്ചറാണ് ഇത്. ഓട്ടോ സ്മൂത്ത് പറയുമ്പോഴേക്കും ഇത് അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷേപ്പിനെ സ്മൂത്ത് ആയിട്ട് കാണിക്കും, ഇല്ലെങ്കിൽ ഹാർഡ് ആയിട്ടാണ് കിടക്കുന്ന സംഭവമല്ല. ട്വിസ്റ്റ് കറക്ഷൻ, ക്യാപ്പ് ഇതൊക്കെ ഓണാണ്. നമ്മളിപ്പോൾ ക്യാപ്പ് ഓഫ് ചെയ്താൽ നമുക്ക് ഇവിടെ ഹോൾ ആയിട്ട് കിട്ടും. ക്യാപ്പ് ഇട്ടാൽ ഇത് കവേർഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ട്വിസ്റ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ട്രേറ്റ് വരച്ചു അറിയാണ്ട് മാക്സ് അത് കുറച്ച് ബെൻഡ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രേറ്റിന്റെ പകരം നമ്മൾ ട്വിസ്റ്റ് കറക്ഷൻ ഓൺ ആക്കിയാൽ ആ സംഭവം സ്ട്രേറ്റ് ആവും, ഇത്രയില്ല. അതുപോലെ നമുക്ക് ക്യാപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്, എത്ര സെഗ്മെന്റ്സ് വേണം ക്യാപ്പ് ചെയ്യുമ്പോൾ.
നമ്മൾ ഇതിന് നമ്പർ കൂട്ടുമ്പോഴേക്കും നമുക്ക് ഈ ഷേപ്പ് ഇങ്ങനെ മാറും. അതുപോലെ നമുക്ക് സ്ഫിയർ മാറ്റുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഫ്ലാറ്റ് ആക്കാം. സോ ബേസിക്കലി ഇതിപ്പോ 4 ഫേസ് ആയി കണ്ടോ. ഈ ഒബ്ജക്റ്റ് ഇപ്പൊ 4 ഫേസ് ആണ്. 1 2 3 4 4 എഡ്ജ് മാത്രമേ ഉള്ളൂ ഇത് കവർ ചെയ്യുന്നത്. അപ്പൊ ഇത് 4 ഫേസ് ആയി ക്വാഡ് ക്യാപ്പിൽ. നമുക്കത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വിടാം, നിങ്ങളുടെ ഇഷ്ടം. സോ ഇത് ചെയ്ത് അടുത്തത് നമുക്ക് നോക്കാം എന്താണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് സെലക്ഷൻ ഓപ്ഷൻസ് കുറച്ചുണ്ട്. വെർട്ടെക്സ്, സെഗ്മെന്റ്, സ്പ്ലൈൻ. സെയിം ഓപ്ഷൻസ് നമുക്ക് എഡിറ്റബിൾ പോളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ലൈനിന്റെ നമ്മൾ സബ് ഓപ്ഷൻസ് നോക്കുമ്പോൾ സെയിം ആണ്. വെർട്ടെക്സ്, സെഗ്മെന്റ്, സ്പ്ലൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് വെർട്ടെക്സ് എടുക്കാം. ഫസ്റ്റ് വെർട്ടെക്സ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം എനേബിളിംഗ് വ്യൂ പോർട്ട് ഓഫ് ആക്കാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. വെർട്ടെക്സ് എടുക്കുമ്പോൾ എനിക്ക് മാനുവലി ഈ വെർട്ടെക്സ് എടുത്തിട്ട് പിന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ബേസിക് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇത് മാനുവലി മൂവ് ചെയ്ത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെഗ്മെന്റ് എടുക്കുമ്പോഴേക്കും എനിക്ക് നമ്മൾ എഡ്ജ് മോഡ് യൂസ് ചെയ്യുന്നില്ല എഡിറ്റബിൾ പോളിൽ, അതുപോലെ എനിക്ക് സെഗ്മെന്റ് എടുത്തിട്ട് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. സിമിലർലി സ്പ്ലൈൻ മോഡ് എടുത്താൽ നമ്മൾക്ക് എഡിറ്റബിൾ പോളിൽ എലിമെന്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. അതായത് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഓരോ ഒബ്ജക്ട് അണ്ടർലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാനുവലി സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ സ്പ്ലൈൻ മോഡ് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു ലൈൻ മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ കടന്നത്. സിമിലർലി നമുക്ക് ഇവിടെ സോഫ്റ്റ് സെലക്ഷൻ ഉണ്ട്. സെയിം നമ്മൾ എഡിറ്റബിൾ പോളിൽ എന്താണ് യൂസ് ചെയ്യുന്നത് സെയിം സംഭവം തന്നെ. പിന്നെ നമുക്ക് ജോമെട്രിയിൽ ലീനിയർ, ബെസിയർ, സ്മൂത്ത്, ബെസിയർ, കോർണർ ഉണ്ട്. ഇത് ബേസിക്കലി വെർട്ടെക്സ് ടൈപ്പ് എങ്ങനത്തെയാണ് വേണ്ടത്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ലീനിയർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സ്ട്രാ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. ഞാനിത് നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂവിലോട്ട് പോകും. നമുക്ക് കുറച്ച് സൂം ചെയ്ത് ഓക്കെ. ഞാൻ ഇതിൽ ബെസിയർ ആക്കുമ്പോഴേക്കും ഇതിന്റെ കുറച്ച് എന്താ പറയാ ഇതിന്റെ സെറ്റിംഗ്സ് മാറും. ഇതിപ്പോ സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് വ്യത്യാസമൊന്നും വരാം. നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് കാണാറുണ്ട്. പിന്നെ വരുന്ന അറ്റാച്ച് മൾട്ടിപ്പിൾ. ഇത് സെയിം തന്നെ. നമ്മൾ എഡിറ്റബിൾ പോളിൽ ഒരു ഒബ്ജക്റ്റിനെ വേറെ ഒബ്ജക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യത്തില്ലേ, ആ സെയിം സംഭവം തന്നെ നമുക്ക് 2 സ്പ്ലൈന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്പ്ലൈൻസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ. പിന്നെ വരുന്നത് റിഫൈൻ ഓപ്ഷൻ. ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ 2 വെർട്ടിസസേ ഇല്ല, പക്ഷെ എനിക്ക് ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും, അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബെറ്റർ ആവും. അങ്ങനെ ഉണ്ടെങ്കിൽ റിഫൈൻ ക്ലിക്ക് ചെയ്യുക. റിഫൈൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇത് ലൈനിലോട്ട് വരുമ്പോഴേക്കും സെഗ്മെന്റിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഐക്കോൺ ചേഞ്ച് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഒരു ഏരിയാസിൽ എക്സ്ട്രാ വെർട്ടിസസ് നമുക്ക് മാനുവലി ആഡ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മൾ എഡിറ്റബിൾ പോളിയിൽ എഡ്ജ് ലൂപ്പ് ഇടത്തില്ല എക്സ്ട്രാ, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സിമിലർലി ഇതിൽ വെർട്ടിസസ് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിത് കഴിഞ്ഞാൽ ഒന്നിക്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഈ റിഫൈൻ തന്നെ വീണ്ടും കണക്ട്. ഈ റിഫൈൻ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഓഫ് ആവും. ഓക്കെ. പിന്നെ വരുന്നത് വെൽഡ് എന്താണെന്ന് വെച്ചാൽ 2 വെർട്ടിസസ് തമ്മിൽ നമുക്ക് വെൽഡ് ചെയ്യണമെങ്കിൽ ഓക്കെ, എനിക്ക് ഈ 2 വെർട്ടിസസ് തമ്മിൽ വെൽഡ് ചെയ്യണം. അതായത് എനിക്ക് ഈ വെർട്ടിസസ് വേണ്ട, അപ്പൊ ഞാൻ ഒന്നിക്കിൽ ഡിലീറ്റ് ചെയ്യാം എനിക്ക് ഡയറക്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് സെയിം ലൈൻ തന്നെ 2 ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, ഞാനിപ്പോൾ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ സാധനം എനിക്ക് ഇതിലോട്ട് വെൽഡ് ചെയ്യണം. ഇത് 2 എനിക്ക് വെൽഡ് ചെയ്യണം. ഇപ്പൊ ഇത് സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ എന്താ ചെയ്യുക, ഞാൻ ആദ്യം അറ്റാച്ച് ചെയ്യണം ഒബ്ജക്റ്റിന്. അപ്പൊ ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് കൊടുത്ത് ഞാൻ ഇവിടെ ആദ്യം ഒബ്ജക്റ്റിനെ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഞാൻ ഇതിന്റെ വെർട്ടെക്സ് മോഡിൽ പോകും. വേണ്ട വെൽഡ് ചെയ്യേണ്ട വെർട്ടിസസ് സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മളെ 0.1 mm വെൽഡ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വെൽഡ് ക്ലിക്ക് ചെയ്തപ്പോൾ വെൽഡ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് വാല്യൂ കുറച്ച് കൂട്ടിയിട്ട് വീണ്ടും വെൽഡ് കൊടുക്കുമ്പോഴേക്കും സംഭവം വെൽഡ് ആയി. നമുക്ക് ഇങ്ങനെ വെൽഡ് ചെയ്യാൻ പറ്റും. ബേസിക്കലി എഡിറ്റബിൾ പോളിൽ ചെയ്യുന്നത് തന്നെ സെയിം രീതിയിലാണ് നമ്മൾ കണക്ട് കൊടുക്കുന്നത്. സിമിലർ രീതിയിലാണ് നമ്മൾ ഇൻസെറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇൻസെറ്റ് ഇപ്പൊ കാണിക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇൻസെറ്റ് കൊടുത്താൽ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് എക്സ്ട്രാ ഇങ്ങനെ മാനുവലി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? എന്നിട്ട് ഞാൻ ഇൻസെറ്റ് ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ വീണ്ടും ഡിസേബിൾ ചെയ്താൽ നമുക്കാണ് എക്സ്ട്രാ ലൈൻ ക്രിയേറ്റ്. ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് എന്താണ് ഇതിലോട്ട് മാറ്റാൻ. ഞാനിപ്പോൾ ഈ പോയിന്റിൽ വന്ന് ഇവിടെ ഇൻസെറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇനി അടുത്ത പോയിന്റ് എവിടെയാണ് വെക്കുന്നത് നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകാം. ഇനി നിങ്ങൾക്ക് സ്ട്രേറ്റ് ലൈൻ ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി കീബോർഡിൽ.
അപ്പൊ നമ്മൾ ഏത് ആക്സിസിലാണ് ആ ആക്സിസിൽ നമുക്ക് സ്ട്രേറ്റ് പോവാം. ടോപ്പ് ആക്സിസ് ആണെങ്കിൽ ടോപ്പ് ആക്സിസിൽ വന്നിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാം, അപ്പൊ സ്ട്രേറ്റ് പോവാം. അപ്പൊ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ആണ് ഫ്യൂസ്. ഫ്യൂസ് ഓപ്ഷൻ നമ്മള് സ്പ്ലിറ്റ് ഓപ്ഷൻ വരുന്നില്ല, ബ്രേക്ക് വരുന്നില്ലേ, അതിന്റെ സിമിലർ ആയിട്ടാണ് കുറച്ച് വർക്ക് ചെയ്യുന്നത് ഈ ഓപ്ഷൻ. ഇതല്ലാണ്ട് നമുക്ക് ബ്രേക്കും ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം, കണ്ടില്ലേ? ഇതെല്ലാം സ്പ്ലൈൻ റിലേറ്റഡ് ഓപ്ഷൻ ആണ്. ഇത് നമ്മൾ എഡിറ്റബിൾ പോളി മോഡൽ ആയിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിത് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കി, എന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോഴേക്കും എനിക്ക് ഇവിടെ കണ്ടോ എഡിറ്റബിൾ പോളിന്റെ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. വെർട്ടെക്സ്, എഡ്ജ്, ബോർഡർ. നിങ്ങൾക്ക് ഇവിടുന്ന് മാനുവലി ചെയ്യേണ്ട നമുക്ക് ഇവിടെ തന്നെ വ്യൂ പോർട്ടിൽ തന്നെ നമുക്ക് കുറച്ച് ബേസിക് ടൂൾസ് അവർ തരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോഴാണ് വരുന്നത്. ഓക്കെ, സോ ബാക്ക് ടു ലൈൻ. നമ്മള് അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഒരു വെർട്ടിസസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ചെയ്യേണ്ട വെർട്ടിസസ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ ബ്രേക്ക് വെർട്ടിസസ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി മൂവ് ചെയ്യുമ്പോഴേക്ക് സെപ്പറേറ്റ് ഒരു സംഭവം വരും. ഇത് തന്നെ വീണ്ടും വെൽഡ് ചെയ്താൽ മതി, സെറ്റ് ആവും. ഓക്കെ, പിന്നെ വരുന്നത് ഫില്ലറ്റ്. ഫില്ലറ്റ് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു കർവാണ് വേണ്ട, ഇത്ര ഹാർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വേണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേണ്ട വെർട്ടിസസ് സെലക്ട് ചെയ്ത് ഞാനിവിടെ ഫില്ലറ്റ് കൊടുത്തിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു സ്മൂത്ത് ഒരു ട്രാൻസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. വേണ്ട രീതിക്ക് നമുക്കത് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റോ നിങ്ങളുടെ മോഡലിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ സെറ്റ് ചെയ്യാം. സിമിലർലി ഞാൻ ഇതിന്റെ ഫില്ലറ്റിന്റെ പകരം ഷാംഫർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്ലാറ്റ് ആണ് വരുന്നത്. ബേസിക്കലി ഷാംഫറിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് പോവുക ലൈൻ, ഫില്ലറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കർവ് ആണ് പോകുന്നത്. പക്ഷെ ഇത് ഷാംഫറും ഫില്ലറ്റിന്റെ ബേസിക് ഡെഫിനിഷൻ ഇതാണ്. നമ്മളിപ്പോ ഒരു ഫർണിച്ചറിൽ ഇപ്പൊ കണ്ട ഈ ഒരു സെക്ഷൻ ഇല്ല, ഇത്രയും ഭാഗത്തിൽ ഒരു സെക്ഷൻ ഇല്ല, ഈ സെക്ഷന് നമ്മൾ റിയൽ ലൈഫിൽ ചാംഫർ തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ ടൈല് പണിയിൽ ഇവിടുന്ന് ചാംഫർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇവിടുന്ന് ഫ്ലാറ്റ് ആക്കുകയാണ് ബേസിക്കലി. അതുപോലെ തന്നെ നമ്മൾ ഫില്ലറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം, അത്ര ഹാർഡ് ആയിട്ട് വേണ്ട, അതാണ് അതിന്റെ അർത്ഥം. സോ അതുപോലെ തന്നെ നമുക്ക് ഫീച്ചർ ഉണ്ട്. പക്ഷെ നമ്മൾ എഡിറ്റബിൾ പോളിയിൽ ഈ ഫില്ലറ്റ് ചെയ്യുന്ന സംഭവമാണ് ചാംഫർ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് കൺഫ്യൂഷൻ അടിക്കാണ്ടിരിക്കില്ല. ഫില്ലറ്റ് നമുക്ക് എഡിറ്റബിൾ പോളിയിൽ ഇല്ല, ലൈനിൽ മാത്രമേ ഫില്ലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാക്ട് വാല്യൂ ആരെങ്കിൽ ഇവിടെ വാല്യൂ അടിച്ചിടാം, ഓക്കെ അടിച്ച് എക്സാക്ട് വാല്യൂലോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവലി നിങ്ങളൊന്ന് സെൻസ് ചെയ്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് വരുവാണെങ്കിൽ ജസ്റ്റ് ചാംഫർ ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെർട്ടിസസ് ഹോൾഡ് ആൻഡ് ഡ്രാഗ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഒരു ഷേപ്പ് സെറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചില ഏരിയാസ് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഹൈഡ് അടിച്ചപ്പോൾ ഈ വെർട്ടിസസ് ഹൈഡ് ആയി, ഞാൻ അതുപോലെ തന്നെ അൺഹൈഡ് ഓൾ അടിക്കുമ്പോഴേക്കും വെർട്ടിസസ് ലിസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം സിമിലർലി, അല്ലെങ്കിൽ ഒന്നുകിൽ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ അമർത്തി ഡിലീറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മൾ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. സ്മൂത്ത്, കോർണറും ബെസിയർ കോർണർ. ബേസിക്കലി ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഹാർഡാണ്, കാരണം ഇതിപ്പോ കറക്റ്റ് എൽ ഷേപ്പിലാണ് പോകുന്നത്, സ്മൂത്ത് അല്ലല്ല. കാരണം നമ്മൾ ഇവിടെ കോർണറിനാണ് ഇതിന്റെ മോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോർണറിൽ എപ്പോഴും ഷാർപ്പ് എഡ്ജസ് പോലെയാണ് വരുന്നത്. നമ്മൾ ഇതിനെ സ്മൂത്ത് ആക്കിയാൽ ആ ഒരു സാധനം നമ്മുടെ കർവ് സ്മൂത്ത് ആയി നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ വെർട്ടിസസിനെ ഇപ്പോ ബെസിയർ ആക്കിയാൽ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഹാൻഡിൽസ് കിട്ടും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാൻഡിൽസ് നമുക്ക് കിട്ടും. ആ സെയിം സ്ഥലത്ത് നമ്മളിപ്പോ ബെസിയർ കോർണർ ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് എക്സാക്ട്ലി കോർണർ തന്നെ, പക്ഷെ നമുക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ ഹാൻഡിൽ തരുന്നുണ്ട് അവര് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടോ, ഇവിടെയും ഇവിടെ നമുക്ക് ഹാൻഡിൽ സെപ്പറേറ്റ് തരുന്നുണ്ട്. വരും ബെസിയർ അടിക്കുമ്പോഴേക്കും നമുക്ക് കർവിൽ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. ബെസിയർ കോർണർ എടുക്കുമ്പോഴേക്കും നമ്മളെ കോർണർ ഹാർഡ് എഡ്ജിൽ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാം. അങ്ങനെ സ്മൂത്ത് കൊടുക്കുമ്പോഴേക്കും ആ ഒരു 3 വെർട്ടിസസിന്റെ ഇടയിൽ ഒരു കർവ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ കർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, ഒത്തിരി ലൂപ്സ് ആഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ലൈനിൽ മോഡൽ ചെയ്യേണ്ട മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്. നമുക്ക് കുറെ
എന്താണ് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 3ds Max കുറെ ലൂപ്സ് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് അത്ര ലൂപ്പ് ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ എഡിറ്റബിൾ പോളിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാനുവലി നമ്മൾ കുത്തിയിരുന്ന് കളയും. അപ്പൊ ഇതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇത് പോളിഗൺ മോഡൽ പ്ലെയിൻ വെച്ചിട്ട് ഈ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കാകുമ്പോൾ മിനിമൽ എന്താണ് മെഷ് ഫ്ലോയില് മാക്സിമം റിസൾട്ട് എടുക്കാൻ പറ്റും. ജസ്റ്റ് മിനിമൽ ഒരു ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടർബോ സ്മൂത്ത് പറഞ്ഞ മുകളിലോട്ട് ഇട്ടാൽ നമുക്കത് സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചില ആൾക്കാർക്ക് സ്പ്ലൈൻ മോഡലിംഗ് ആണ് കുറച്ചുകൂടി സിമ്പിൾ ചില ഷേപ്സ് ഉണ്ടാക്കാൻ, ചിലത് എഡിറ്റബിൾ പോളിലാണ് സിമ്പിൾ. അപ്പോൾ ഏതാണ് സിമ്പിളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് വരിക. അപ്പൊ എനിക്ക് ഇതിപ്പോ ബേസിക് എന്താണ് ഈ സംഭവം എന്താണ് ചെയ്യുന്നതെന്നാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ലൈൻ മാത്രം നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ വേറെ ഷേപ്സ് ഉണ്ട്. റെക്ടാങ്കിൾ എടുത്താൽ നമുക്ക് എക്സാക്ട്ലി പറഞ്ഞ സംഭവം തന്നെ റെക്ടാങ്കിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരു ആർക്ക് ക്ലിക്ക് ചെയ്യുക, ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്ത് അടുത്ത പോയിന്റ് വെക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ എനിക്ക് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ നമ്മൾ റിലീസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇതുവരെ മൗസ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക, എന്താണ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. ഒരു ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വേണ്ട സ്ഥലത്ത് നമ്മൾ വന്ന് ക്ലിക്ക് വിട്ടിട്ട് നമ്മൾ മൗസ് അനക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ആർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനത്തെ ആർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്നിട്ട് നമ്മൾ വേണ്ട ആർക്ക് വന്നിട്ട് ലെഫ്റ്റിലേക്ക് അടിച്ച് അവിടെ സെറ്റ് ആയി. അതുപോലെ തന്നെ എൻഗോൺ ഉണ്ട്, അതുപോലെ തന്നെ ഹീലിക്സ് ഉണ്ട്. ഹീലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ സ്പ്രിംഗ് പോലത്തെ സാധനമില്ലേ, അതാണ് ഹീലിക്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി വന്നിട്ട് സെറ്റിങ്സിൽ നമുക്ക് ഇവിടെ റേഡിയസ് 1 അതുപോലെ തന്നെ റേഡിയസ് 2 ഇതിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാം. എത്ര ടേൺസ് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ കണ്ടോ. ഇനി അപ്പൊ നമുക്ക് സ്പ്രിംഗ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന സംഭവം. ഈ സാധനം നമ്മൾ ഇനി എഡിറ്റബിൾ പോളിൽ ഉണ്ടാക്കി വരണമെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ ഇതിലാണ് ഏറ്റവും ഈസിയസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ബയാസ് സെറ്റ് ചെയ്യാം, എവിടെയാണ് സ്ട്രെയിറ്റ് ആവേണ്ടത്, എങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒത്തിരി ഷേപ്സ് ഉണ്ട്. സിമിലർ സ്റ്റാർ എടുത്തിട്ട് നമുക്ക് അതിന്റെ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒത്തിരി ഷേപ്സ് തരുന്നുണ്ട് അവർ പ്രീ സെറ്റ് ആയിട്ട്. എഗ് എടുത്താൽ നമ്മൾ മറ്റേ മുട്ടേന്റെ ഷേപ്പിൽ നമുക്ക്. സോ ഇങ്ങനെ നമുക്ക് ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇതല്ലാണ്ട് നമുക്ക് ഇത് വെച്ച് മോഡൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു സിമ്പിൾ വേസ് എണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഫ്രണ്ട് വ്യൂ പോകും. ലൈൻ എപ്പോഴും 2D വ്യൂവിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്ക് 3D വ്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സംഭവം നമുക്ക് കിട്ടണമെന്നില്ല നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ അങ്ങനെ 2D വ്യൂവിൽ ചെയ്യാൻ നോക്കാം മാക്സിമം ലൈൻ വെച്ചിട്ട്. അപ്പം എനിക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പ് നമുക്ക് ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആദ്യം ലൈൻ എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങും. ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇത് ഓഫ് ചെയ്യാം. എന്താണ് ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിന്റെ വ്യൂ പോർട്ടിൽ ഇത് ഓഫ് ചെയ്യണം, ലൈൻ മാത്രം കാണാൻ വേണ്ടി. ഞാൻ ഇപ്പത്തേക്ക് ഇതിങ്ങനെ വെച്ചേക്കാം. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഞാനിങ്ങനെ റാൻഡം ആയിട്ട് ജസ്റ്റ് വേറൊന്നുമില്ല, ജസ്റ്റ് നോർമൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇതിൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നിലവിൽ. ഓക്കെ, നമുക്കൊരു പില്ലർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ഇതുവരെ നമ്മൾ ഒരു ഷേപ്പ് ഉണ്ടാക്കി. റാൻഡം ഷേപ്പാണ്, ഇതിലൊന്നും സ്പെസിഫിക് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു എങ്ങനെയാണ് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ വ്യൂ പോർട്ട് ഓഫ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇനി എനിക്ക് ഈ സാധനത്തിന് ഒരു ഒബ്ജക്റ്റിലോട്ട് മാറ്റാൻ പറ്റും. ഈ ഷേപ്പ് തന്നെ എനിക്കൊരു ഒബ്ജക്റ്റിലോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ പില്ലർ കൂടുതൽ നമ്മൾ സർക്കിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ നല്ല പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ നമുക്കൊരു മോഡിഫയർ ഉണ്ട്.
ലേത്ത് മോഡിഫയർ എന്ന് പറഞ്ഞിട്ടാണ് LATHE ലേത്ത്. അപ്പോൾ ലേത്ത് LATE അടിക്കുമ്പോഴേക്കും നമുക്ക് അത് വരും. അപ്പോൾ നമ്മൾ ഈ ലേത്ത് അടിക്കുമ്പോഴേക്കും കണ്ടോ ഓൾറെഡി നമുക്കൊരു സംഭവം വന്നു. അതെന്താന്ന് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ സാധനത്തിന് 360 ഡിഗ്രി അതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് കറങ്ങി ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഒരു ഒബ്ജക്റ്റ് കിട്ടും. ബട്ട് ഇതിന്റെ 360 കറക്കല് ഡിസൈഡ് ചെയ്യുന്നത് ഇതിന്റെ പിവറ്റ് എവിടെയാണ്. നിലവിൽ ഇതിന്റെ പിവറ്റ് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലൈനിന്റെ സെന്ററിലാണ്. അപ്പൊ നമ്മുടെ എന്താണ് റൊട്ടേറ്റ് ആകുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടോ ഇങ്ങനെയാണോ റൊട്ടേറ്റ് ആവുന്നത്. ഇവിടെ കണ്ടോ കയറിപ്പോയി, ഇവിടെയും കയറിപ്പോയി. കാരണം അതാണ് അതിന്റെ സെന്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലേത്തിൽ നമ്മൾ ആക്സിസ് ഇല്ലേ, ആക്സിസ് സെലക്ട് ചെയ്യുക. ലേത്ത് നമ്മൾ ആരോ മാർക്ക് എടുത്ത് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആക്സിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആക്സിസ് നീക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഷേപ്പ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആക്സിസ് ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇതിന്റെ പിവറ്റ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നിക്കിൽ ആക്സസ് വെച്ച് മൂവ് ചെയ്യാം, ഇല്ലെങ്കിൽ പിവറ്റ് വെച്ച് സെറ്റ് ചെയ്യാം. പിവറ്റ് ഞാൻ ഇവിടെ വെച്ചാൽ ഓക്കെ. എന്നിട്ട് ഞാൻ ഇപ്പോൾ ലേത്ത് കൊടുത്താൽ വീണ്ടും ലേത്ത് കൊടുത്താൽ കണ്ടോ നമുക്കൊരു സംഭവം വന്നിട്ടുണ്ട്. ഇതിന്റെ നമ്മൾ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും, ഏത് ഡയറക്ഷനിലാണ് നമുക്ക് സെറ്റ് ആവുന്നത്. ഇപ്പോൾ Y ആക്സിസിലാണ് നമുക്ക് കറക്റ്റ് വരുന്നത്. എന്നിട്ട് ഇതിപ്പോൾ കറുപ്പാണ് കാണിക്കുന്നത് ബേസിക്, കാരണം ഇതിന്റെ ഉൾഭാഗത്താണ് കളർ വരുന്നത്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ നോർമൽ ഫ്ലിപ്പായി കിടക്കുക. അപ്പോൾ നമ്മൾ ഇത് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ഫ്ലിപ്പ് നോർമൽ കൊടുത്താൽ സെറ്റായി. ഇനി നമുക്ക് എന്താണ് ഈ സാധനത്തിൽ നമുക്ക് വേരിയേഷൻസ് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിനെ സ്ട്രെയിറ്റ് ആക്കാം. ഓക്കെ, എന്നിട്ട് എനിക്കിപ്പോ ഈ ലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഫൈനൽ എങ്ങനെ കാണുമെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഷോ എൻഡ് റിസൾട്ടിന്റെ ടോഗിൾ ഓൺ ചെയ്യും. അപ്പൊ എന്താണ് നമുക്ക് ഫൈനൽ എൻഡ് റിസൾട്ടും കാണാം, ഈ സാധനം കാണാം. എന്നിട്ട് ഞാൻ എന്താണ് വയർ ഫ്രെയിം മോഡിൽ വന്നിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസ് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്താണ് ഫില്ലറ്റ് കൊടുക്കാം. നമുക്കിപ്പോൾ അതൊരു ആടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫില്ലറ്റ് കൊടുത്ത് നമുക്ക് മോഡലിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഫില്ലറ്റ് കൊടുക്കാം. ഇതിന് വേണ്ട, നമ്മൾ ഇതിന് ഫില്ലറ്റ് കൊടുക്കുന്നില്ല. ഇതിന് നമുക്ക് ഷാംഫർ കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സെഗ്മെന്റ് ഷാംഫർ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു വെർട്ടിസസ് കുറച്ചും കൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്മൂത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. കോർണറിനെ സ്മൂത്ത് ആക്കുമ്പോഴേക്കും കണ്ടോ നല്ലോണം അത് സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മെഷ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് പൊക്കിയിട്ട് ഈ സ്മൂത്തിനെ അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഹോളാണ്, ഇതിന്റെ അടിയിലും ഹോളാണ്. അപ്പൊ നമുക്കിത് ഫില്ല് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലേത്തിൽ പോവാം. ഇവിടെ ക്യാപ് സ്റ്റാർട്ട് എൻഡ് എന്നെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളത് ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇവിടെ ജനറേറ്റ് മാപ്പിംഗ് കോർഡിനേറ്റ്സ് ഓൺ ആക്കിയിടുക. ഔട്ട്പുട്ട് നമുക്ക് എന്താണ് വേണ്ടത്, മെഷ് ആണ് വേണ്ടത്. ഈ ഔട്ട്പുട്ട് എന്താണ്, ഞാനിപ്പോൾ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കുമ്പോഴേക്കും എനിക്കിത് സാധാരണ മോഡൽ പോലെ ആയിട്ടാണ് എനിക്ക് വരുന്നത്. അപ്പം ഞാനിത് കൺവേർട്ട് ടു മെഷ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, നമുക്ക് ഇതിന്റെ ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി വേണോ അതോ പകുതി മതിയോ, അങ്ങനെ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിത് ക്യാപ്പ് സ്റ്റാർട്ട് എൻഡ് കൊടുത്തിട്ടും സംഭവം ക്യാപ്പ് ആയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈന് ക്ലോസ്ഡ് അല്ല. ലൈന് നമ്മുടെ ക്ലോസ്ഡ് അല്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ തിക്നെസ് ഇതിന് കൊടുക്കണം, എന്നാലേ അത് ക്ലോസ് ആവത്തില്ല. അല്ലെങ്കിൽ തിക്നെസ് വേണ്ട, നമുക്കൊരു പില്ലർ പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെന്റർ വരെ കൊണ്ടുവരണം. നമ്മൾ പിവറ്റ് എവിടെയാണ് എവിടെയാണ് കിടക്കുന്നത് അവിടെ വരെ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്ക് ഇൻസെറ്റ് അടിച്ചിട്ട്
ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് നീക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് അതുപോലെ തന്നെ എനിക്ക് ഇവിടെയും ഇൻസെർട്ട് അടിച്ചിട്ട് ഞാൻ സ്ട്രേറ്റ് വന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ പോയിന്റിന് ഞാൻ ഇത് ബേസ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോർണറാണ്. ഇനിയിപ്പം ഞാൻ ലേത്ത് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാം ഫുള്ള് കവർ ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഈ സ്ഥലത്ത് തന്നെ ഒരു ഗ്ലാസ് പോലെ ആക്കണമെങ്കിൽ ജസ്റ്റ് ഞാനിതിനെ ഇങ്ങനെ താത്തി നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് എക്സ്ട്രാ കൊടുക്കണം. സോ ഞാൻ ഇതിനെ ഇതും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, മൊത്തത്തിൽ ഒന്ന് താഴോട്ട് വരിക. എന്നിട്ട് നമുക്ക് കാണാം ഇവിടെ അത് എന്താണ് കവേർഡ് ആണ്, ഗ്ലാസ് പക്ഷെ അങ്ങനെയല്ല കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടോഗിൾ ഓഫ് ചെയ്തിട്ട് ഇതിന് ഇപ്പൊ തിക്നെസ് കൊടുക്കണം. ബേസിക്കലി അത്രേ നമുക്ക് ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ നമ്മളിപ്പോ ഈ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തില്ലേ, ആ സെയിം ഇതിൽ തിക്നെസ് പോകണം. അതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇൻസേർട്ട് അടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്താണ് രണ്ടും ഒരുമിച്ച് ഷാംഫറും ഫില്ലറ്റ് അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ഒരു ഷേപ്പിൽ നിന്ന് വേറെ ഷേപ്പിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ബേസിക്കലി ഇങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ സ്മൂത്ത് ആക്കുക. ബേസിക്കലി നമ്മൾ എന്താണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ആ സംഭവം തന്നെയാണ് വേണ്ടത് നമുക്ക്. ബെസിയർ, അപ്പൊ ഇവിടെയും ബെസിയർ ആണ് വെക്കേണ്ടത്. ഇപ്പൊ നിങ്ങളിത് ഡെഡിക്കേറ്റഡ്ലി ഗ്ലാസ് ഇട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിയേഷൻ പ്രോസസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് സെറ്റ് ആവണം. പിന്നെ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത ആവശ്യമില്ല. ഓക്കെ, ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ താഴെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് ഞാൻ ഇനി ലേത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഗ്ലാസ് സെറ്റ് ചെയ്യും. ഇവിടെ ഈ ബ്ലാക്ക് കിടക്കുന്നതിന്റെ പ്രശ്നം നമ്മുടെ ഈ സാധനം എന്താണ് കണക്റ്റഡ് അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇൻസേർട്ട് അടിച്ചിട്ട് വീണ്ടും ഒന്ന് ചുമ്മാ ഒരു ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് വെൽഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ സ്ട്രെയിറ്റ് ആക്കും. മാക്സിമം പറ്റുന്നത്ര. ഇത് എവിടെയാണ് നമുക്ക് പ്ലെയിനർ ഓപ്ഷൻസ് ഇതിലില്ല. അപ്പൊ നമ്മൾ മാനുവലി ഇതിനെ സ്ട്രെയിറ്റ് ആക്കും, പറ്റുന്നത്ര സ്ട്രെയിറ്റ് ആക്കും. ഓക്കെ, എന്നിട്ട് ലീത്ത് കൊടുക്കുമ്പോഴേക്കും സെറ്റ് ആവും. ഓക്കെ, ഇത് ഓവർലാപ്പ് ആയി കിടക്കും. ഓക്കെ, ഇത് ഓവർലാപ്പ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ഇതില്. അപ്പൊ ഇത് ചെയ്യേണ്ട പകരം ഞാൻ ജസ്റ്റ് കണ്ടു സെറ്റ്. അത് ഓവർലാപ്പ് ആയതുകൊണ്ട് അപ്പൊ ഞാൻ അതിന്റെ മെഷ് ഒന്ന് ആക്കിയപ്പോ അത് സെറ്റായി. അപ്പൊ ഇങ്ങനെ നമുക്ക് സംഭവം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഹോള് കാണുന്നില്ലേ, അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പിവറ്റും ഇതിന്റെ ഇടയിൽ ഇത്ര ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ സെറ്റാക്കി വെച്ചാൽ ആ രീതിക്ക് തന്നെ അത് പോകും. ഞാനിത് പനക്കി ഇങ്ങനെ വെച്ച് ഇനിയിപ്പോ ലേത്ത് കൊടുത്താൽ ആ ഗ്യാപ്പ് അങ്ങനെ പോകും. അപ്പൊ ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അല്ലാണ്ട് നമുക്ക് വേറെ ഒരു മെത്തേഡ് ഉണ്ട്. ഞാനൊരു ബോട്ടലും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഒരു വേറൊരു മോഡിഫൈയിങ് ടൈപ്പാണ്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യും, സ്ട്രേറ്റ് ലൈൻ. നമ്മുടെ ബോട്ടലിന്റെ ഹൈറ്റ് അനുസരിച്ച് ഞാൻ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പെർസ്പെക്റ്റീവ് മോഡിൽ വരിക, ഞാൻ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട ബേസിന്റെ തിക്നെസ് എത്രയാണ്, അതുപോലെ തന്നെ ഉള്ളിൽ എത്ര വേണം, ടോപ്പിൽ എത്ര വേണം. നമ്മളിപ്പോഴത്തേക്ക് 3 ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട്
ഞാൻ ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എന്താണ് ജോമെട്രിയിൽ വന്നിട്ട് അതിന്റെ ഡ്രോപ്പ് ഡൗൺ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവിന്റെ ഡ്രോപ്പ് ഡൗണിൽ വന്നിട്ട് നമുക്ക് ഇവിടെ കോമ്പൗണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ ലോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബോട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാ വെച്ചാൽ ലോഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഗെറ്റ് ഷേപ്പ് ഈ ഷേപ്പിൽ നമ്മൾ വിടുക. അപ്പൊ എന്തായി, ഈ കളക്കുന്ന സാധനം ഈ ഷേപ്പിലോട്ട് ബ്ലെൻഡ് ആയി, അതായത് ആ ലൈനിലോട്ട് അത് കണക്ട് ആയി. അപ്പൊ നമ്മൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മൂവ് ആണ്, കണക്ട്, കോപ്പി ആണ്, ഇൻസ്റ്റൻസ് ആണ്. ഇൻസ്റ്റൻസ് വെക്കുന്നതാണ് നല്ലത്, കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൽ ആ ഒരു ഡിഫറൻസ് വരും. കോപ്പി ആണെങ്കിൽ ഒരു വട്ടം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ മാറ്റം വരുത്തിയാലൊന്നും വരത്തില്ല. ഓക്കെ, സോ നമ്മൾ സീറോയില് പാത്തിന്റെ 0 ഡിഗ്രിയിൽ നമ്മൾ എന്താണ് 0% നമ്മൾ ഈ ഷേപ്പാണ് ഇട്ടത്. ഓക്കെ, ഇനി ഞാൻ 50% ഇട്ട് വരിക, 50 അടിക്കുക. ഓക്കെ, 50 അടിച്ചിട്ട് ഞാൻ വീണ്ടും ഗെറ്റ് ഷേപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഈ സാധനം ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് കണ്ടോ ഒരു സെറ്റപ്പ് ഒന്ന് മാറി. ബട്ട് നമ്മുടെ ബോട്ടിൽ വന്ന കുറച്ച് ലെങ്തിന് സ്ട്രെയിറ്റ് ആയിരിക്കും, പിന്നെയാണ് അത് കർവാകും അല്ലേ. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ 50% വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചൂസ് ചെയ്ത ഷേപ്പ് തന്നെ വെക്കുക, ജസ്റ്റ് ഇൻ കേസ്. പിന്നെ നമ്മളൊരു 80 വന്നിട്ട് നമ്മൾ അടുത്ത ഷേപ്പ് സെലക്ട് ചെയ്യുക, ഗെറ്റ് ഷേപ്പ്, ഇത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 100 വന്നിട്ട് ഈ സെയിം ഷേപ്പ് വീണ്ടും ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് ഷേപ്പ്. അപ്പൊ ഇതെന്തായി, ഇപ്പൊ ചെറിയൊരു ഫ്ലാസ്ക് പോലെ എന്തോണ് നമുക്ക് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഞാൻ ലോഫ്റ്റിന്റെ ഇതില് എൻഡ് റിസൾട്ട് ഓഫ് ചെയ്താൽ നമ്മൾ ഷേപ്പിലോട്ട് വരുമ്പോൾ കണ്ടോ നമുക്ക് സെലക്ട് ചെയ്ത 4 ഷേപ്പ് ഇവിടെ കിടപ്പുണ്ട്. പോരാണ്ട് നമുക്ക് പാത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഷേപ്പിനെ സെലക്ട് ചെയ്യുക, ഈ ലോഫ്റ്റിൽ ഷേപ്പിൽ വന്നിട്ട് ഈ ഷേപ്പിനെ നമ്മൾ അനക്കുമ്പോഴേക്കും നമ്മൾ ഇത് അതനുസരിച്ച് മാറും. കണ്ടോ, നമുക്ക് അതനുസരിച്ച് ഇതിന്റെ ഷേപ്പിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ പാത്തിൽ പെർസെൻറ്റേജ് അനുസരിച്ച് സെറ്റ് ചെയ്താലും നമുക്ക് പിന്നെ ഇതിനെ മാറ്റേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടിൽ അനുസരിച്ച് എങ്ങനത്തെ ബോട്ടിലാണ് അതനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സർക്കിളിലോട്ട് വന്നാൽ നമുക്ക് ഓവറോൾ സർക്കിളിന്റെ തിക്നെസ് ഇല്ലേ, അത് തിക്നെസ് അല്ല, നമുക്ക് ഇതിന്റെ സൈഡ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് എന്താണ് ബോട്ടിൽ ക്രിയേറ്റ് ആയി തന്നെ, ഇങ്ങനെ തന്നെ ബോട്ടിൽ ക്രിയേറ്റ് ആയി. ഇതല്ലാണ്ട് ഈ ബോട്ടിൽ തന്നെയല്ല, നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു റോഡിന്റെ ബ്രിഡ്ജിന്റെ റോഡില്ലേ, അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ടോപ്പ് വ്യൂവിൽ പോയി ലൈൻ എടുത്ത് എന്താണ് സ്പ്ലൈൻസിൽ പോയിട്ട് ക്രിയേറ്റില് ഷേപ്സിൽ സ്പ്ലൈനിൽ പോയിട്ട് ലൈനിലോട്ട് വന്നു. ക്ലോസ് ചെയ്ത് വെർട്ടെക്സ് മോഡിൽ സ്ട്രെയിറ്റ് ആക്കി ഇതിന്റെ വീതി കൂട്ടി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ലൈന് പറഞ്ഞ സെറ്റ് ചെയ്തു. ഇതിനെ മുകളിലോട്ട് വെച്ച് കുറച്ച്, എന്നിട്ട് ഇതിനെ ഞാൻ ഫില്ലറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് ഇവിടെ വന്ന് ലോഫ്റ്റ് എടുക്കുക, കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ലോഫ്റ്റ് എടുക്കുക, 0 ഗെറ്റ് ഷേപ്പിൽ ഈ സാധനം കൊടുക്കും, സെറ്റായി. ഇനിയിപ്പോ നിങ്ങൾ ഇതില് ഈ റോഡ് ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോ ഈ റോഡ് നിങ്ങൾക്ക് വേണം കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ, ഇതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ എഡിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഈ സ്പ്ലൈനിൽ എഡിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇതിലോട്ട് വരും. കണ്ടോ, ഇത് ഫ്ലിപ്പ് ആയിട്ടാണ് ക്രിയേറ്റ് ആയത്. നമ്മൾ അതനുസരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക്
ഷേപ്സ് മാത്രം വെച്ചിട്ട് ചിലത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചില സംഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് സ്പ്ലൈൻ മോഡലിംഗിന്റെ ബേസിക്സ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ ബേസിക്കലി ഒരു ബേസിക് മോഡൽ, ഒരു ഈസി മോഡൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. എങ്ങനെയാണ് ഞാൻ ഈ എക്സ്ട്രൂഡും, അതായത് എഡിറ്റബിൾ പോളിയിൽ എങ്ങനെയാണ് ഈ എക്സ്ട്രൂഡും ഇൻസെറ്റും ഈ ഷാംഫറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ക്ലീൻ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഞാനത് അടുത്ത ചാപ്റ്ററിൽ, അടുത്ത ചാപ്റ്റർ ഫൈനൽ ചാപ്റ്റർ ആണ് ഈ ട്യൂട്ടോറിയൽ സീരീസിന്റെ. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ ഞാനത് ഒന്ന് മോഡൽ ചെയ്ത് കാണിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതുക. എന്നിട്ട് വേറെ എന്ത് വീഡിയോ ആണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്താൽ അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ക്യുമെട്രോൺ അക്കാഡമിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. So thank you guys for watching. See you in the next video.